വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ മാപ്പ് പറയുക എന്നത് ചില സംഘികളുടെ സ്ഥിരം സ്വഭാവമാണ്. കേരളത്തിൽ ചിലപ്പോൾ ആ മാപ്പ് നാടകം ഏൽക്കുമായിരിക്കും, പക്ഷെ ഗൾഫിൽ അത് തീരെ നടക്കില്ല. ഗൾഫിലിരുന്ന് വിദ്വേഷ പരാമർശം നടത്തിയ സംഘി ഒടുവിൽ തന്റെ പ്രസ്താവന വിവാദമായതോടെ കാലുപിടിച്ച് മാപ്പ് പറഞ്ഞിട്ടും രക്ഷയില്ല. ഒടുവിൽ വിദ്വേഷം നടത്തിയ സംഘിക്ക് 8ന്റെ പണി കിട്ടി എന്നല്ല, ഉണ്ടായിരുന്ന നല്ല പണി പോയി കിട്ടി എന്ന് വേണം പറയാൻ. ഒമാനിലാണ് സംഭവം. ഒമാനിൽ ട്വിറ്ററിലൂടെ വിദ്വേഷ പരാമർശം നടത്തിയ ഇന്ത്യക്കാരനായ അധ്യാപകനാണ് ഇപ്പോൾ ജോലി നഷ്ടമായിരിക്കുന്നത്. ഒമാനിലെ നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ അധ്യാപകനായ ഡോക്ടർ സുധീർ കുമാർ ശുക്ലയാണ് അധികൃതർ വിദ്വേഷ പരാമർശം നടത്തിയതിന്റെ പേരിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരിക്കുന്നത്. ഫലസ്തീനിൽ ഇസ്രായേൽ വിഷയത്തിൽ ഇസ്രായേലിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ട്വീറ്റ്. ഇസ്രായേലിനെ അനുകൂലിച്ചു എന്നത് മാത്രമല്ല, വിദ്വേഷപരമായ പ്രസ്താവനകൾ നടത്തിയാണ് ഇദ്ദേഹം ഇസ്രായേലിനെ അനുകൂലിച്ചത് എന്നതുകൊണ്ടാണ് ഇയാൾക്ക് ജോലി നഷ്ടമായത്. വർഗീയതയും വിദ്വേഷവും നിറഞ്ഞ പ്രസ്താവനകൾ അടങ്ങിയ ശുക്ലയുടെ ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നതോടെയാണ് ഒമാനിൽ ഇയാൾക്ക് പണി പോയിരിക്കുന്നത്. സുധീർ കുമാർ ശുക്ലയുടെ വിദ്വേഷ ട്വീറ്റിനെതിരെ ഇദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ തന്നെയാണ് ആദ്യം പ്രതിഷേധമുയർത്തിയത്. വ്യാപകമായ പ്രതിഷേധമുണ്ടായിട്ടും പക്ഷെ ഇയാൾ തന്റെ നിലപാടുകൾ ന്യായീകരിച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ഒടുവിൽ വിദ്യാർത്ഥികൾ കോളേജിൽ ഇദ്ദേഹത്തിന്റെ ക്ലാസ് ബഹിഷ്കരിക്കുന്ന ഘട്ടം വരെ എത്തിയപ്പോഴാണ് സംഭവം സർവകലാശാല അധികൃതരുടെ കണ്ണിൽപ്പെടുന്നത്. തുടർന്നാണ് അധ്യാപകനായ ശുക്ലയെ സർവകലാശാല അധികൃതർ പിരിച്ചുവിട്ടത്. ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതോടെ ശുക്ല ട്വിറ്ററിലൂടെ മാപ്പ് അപേക്ഷിക്കുകയും ഫലസ്തീന് പിന്തുണ പ്രഖ്യാപിച്ച് ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രതിഷേധം അടങ്ങാത്തതായതോടെ അദ്ദേഹം ട്വിറ്റർ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യുകയായിരുന്നു. നേരത്തെയും പല സന്ദർഭങ്ങളിൽ ശുക്ല വിദ്വേഷ പരാമർശങ്ങളുള്ള ട്വീറ്റുകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിനൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന് ജോലി നഷ്ടമായിരിക്കുന്നത്. ഏതായാലും ഗൾഫ് രാജ്യത്ത് പോയി അവർക്കെതിരെ വിദ്വേഷ പരാമർശം നടത്തിയ സംഘിക്ക് ഇനി പെട്ടിയും കിടക്കയും എടുത്ത് നാട്ടിലേക്ക് തന്നെ വരാം. കാരണം ഇവിടെ മോദി പറയുന്ന ആച്ഛാദനമൊക്കെ ഉള്ളതുകൊണ്ട് ശുക്ലയ്ക്ക് ആശ്വസിക്കാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.